കഴിഞ്ഞ 48 മണിക്കൂറായിട്ട് തീവ്രവാദത്തിന് മതമുണ്ട്, അത് ചാർത്തി കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന, ആ ചാർത്തി കൊടുക്കുന്ന മതം ഇസ്ലാമാണ്, മുസ്ലിമാണ്, അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന നമ്മുടെ നാട്ടിലെ മല നമ്പ്യാരും ആരിഫ് ഹുസൈൻ എച്ചിലുകളും നുസ്രത് ജഹാനെ പോലത്തെ കരിന്തേളുകളും അതിൻ്റെ കൂടെ ഫസൽ കാരാട്ടായിട്ടും നിഷ്പക്ഷ സംഖ്യകളായിട്ടുള്ള ഏത് പണിക്കന്മാരാണെങ്കിലും ഇവന്മാരോട് പറയട്ടെ, ഉണ്ട്. തീവ്രവാദങ്ങൾക്ക് എല്ലാത്തിനും മതമുണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കാശ്മീരിൽ കണ്ട തീവ്രവാദത്തിന് മതമുണ്ട്. അത് ഇസ്ലാം മതം തന്നെയാണ്, തീവ്ര ഇസ്ലാം മതം തന്നെയാണ് അതിനും വന്നിട്ടുള്ള മതം. നിങ്ങളോടൊന്ന് പറയട്ടെ, അതേ മതത്തിൽപ്പെട്ട അവിടെ കുതിരസവാരി നടത്തിക്കൊണ്ടിരുന്ന അതേ നിങ്ങൾ ഈ പറഞ്ഞ ഇസ്ലാം മതത്തിൽ ഈ ഖുർആൻ വായിച്ചിട്ടുള്ള ഒരു പയ്യൻ, അവൻ തന്നെയായിരുന്നു ഇതേ മതത്തിൽപ്പെട്ട ആൾക്കാർ ഇവരെ കൊല്ലാൻ വന്ന സമയത്ത് അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചത്. അതേ മതത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ അവനെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അതേ ഇസ്ലാമിൽപ്പെട്ട ആളുകളാണ് ഇന്ന് ആതിര സ്വന്തം അച്ഛനെ വെടിവെച്ച് കണ്ടുകൊണ്ടിരുന്ന സ്വന്തം ആതിര നാട്ടിൽ വന്ന സമയത്ത് എന്നെ സ്വന്തം സഹോദരനെ പോലെ കൂടെ കൊണ്ട് നടന്ന അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് ഇവിടം വരെ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട 2 മുസ്ലിങ്ങളുടെ പേര്, എൻ്റെ സഹോദരന്മാരെക്കാൾ പോലും അടുത്തിട്ടുള്ള 2 മുസ്ലിങ്ങളെ പേരാ ഇന്ന് ആതിര നമ്മുടെ നാട്ടിൽ വന്ന് പറഞ്ഞത്. അതേ മുസ്ലിം തന്നെ ആയിരുന്നടാ അവിടുന്ന് ഈ കഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവിടുന്ന് വെടികൊണ്ട ആളുകളെ സ്വന്തം തോളിലേറ്റിട്ട് പിടിച്ച് താഴത്ത് വരെ ഓടി, ആ മലമുകളിൽ നിന്ന് ഓടി താഴോട്ട് ഇറങ്ങി വന്നതും ഇതേ മുസ്ലിമാണടാ. ഇന്നലെ മുതൽ അല്ലെങ്കിൽ മെനഞ്ഞാന്ന് മുതൽ അവിടെയുള്ള ആൾക്കാർക്ക് വേണ്ട, അല്ലെങ്കിൽ അവിടെ വന്നിട്ടുള്ള ഏത് രാജ്യത്ത് വന്നിട്ടുള്ള ഏത് മതത്തിൽ പെട്ട വിനോദസഞ്ചാരികളെയും അവരെ സുരക്ഷിതമാക്കി ഇനി എത്തിക്കാൻ വേണ്ടിയിട്ട് വീടുകൾ കൊടുത്തു, വെള്ളം കൊടുത്തു, ദാഹം മാറ്റാൻ വെള്ളം കൊടുത്തു, അവരുടെ ഹോട്ടലുകൾ തുറന്നു കൊടുത്തു, ഭക്ഷണം കൊടുത്തു, പൈസ കൊടുത്തു, എന്തൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റും അതെല്ലാം കൊടുത്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവരെ ആ നാട്ടിൽ നിന്ന് ഈ നാട്ടിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടും കഷ്ടപ്പെടുന്നു ഇതേ മതത്തിൽ പെട്ട, നീ തുടക്കത്തിൽ പറഞ്ഞ ആ ഇസ്ലാമില്ലേ, അതേ ഇസ്ലാം, അതേ മുസ്ലിം, അതേ ഖുർആൻ വായിച്ച ആൾക്കാർ തന്നെ. അതുകൊണ്ട് നിങ്ങളോടൊന്ന് പറയട്ടെ, നിങ്ങൾ ഇവിടെ വന്ന് ഇവിടുത്തെ സ്റ്റുഡിയോൻ്റെ അകത്തും ഇവിടുത്തെ നിങ്ങളുടെ വീട്ടിലെ ചാനലുകളിൽ നിന്ന് പറയുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അവിടെ കൊല്ലപ്പെട്ടവരും അവരുടെ കൂടെ നിന്നവരും അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇതേ മുസ്ലിങ്ങൾ, ആ നാട്ടിൽ അതേ മുസ്ലിങ്ങളാണ് ഞങ്ങൾക്ക് അവിടുന്ന് ബാക്കി എല്ലാ സഹായങ്ങളും ചെയ്ത് ഞങ്ങളവിടെ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചതെന്ന്. അതേ മുസ്ലിങ്ങളാണ്, അതേ ഇസ്ലാമാണ്. അതുകൊണ്ട് ഒരു ഖുർആൻ വായിച്ചിട്ട് ആൾക്കാരെ മൊത്തം കൊല്ലണം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചതെങ്കിൽ ഈ പറഞ്ഞ സകലമാന മുസ്ലിങ്ങളും അവരെ സഹായിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, എല്ലാത്തിനെയും കൊന്നേനെ. ഈ പറഞ്ഞ പാകിസ്ഥാനിലുണ്ട് 19 ലക്ഷം ഹിന്ദുക്കൾ, അവരെ എന്നോ തീർത്തേനെ. ഈ പറഞ്ഞ ഖുർആൻ ഇതാണ് പഠിപ്പിച്ചിരുന്നെങ്കിൽ അങ്ങ് തീർത്ത് കൊടുത്തേനെ. ഈ പറഞ്ഞ ഖുർആൻ ഹിന്ദുക്കളെ തീർക്കണം എന്നാണ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി അങ്ങ് പോയില്ലായിരുന്നു സൗദി അറേബ്യയിലോട്ട്. അവിടുത്തെ സൽമാൻ രാജാവ് അപ്പം പുള്ളിനെ കെട്ടിപ്പിടിച്ച് ആനയിച്ച് ഉള്ളോട്ട് കൊണ്ടുപോയില്ലായിരുന്നു. അതേ ഇസ്ലാം പഠിച്ചിട്ടുള്ള ഖത്തർ അമീർ ഇന്ത്യയിലോട്ട് വന്നപ്പോൾ മോദിജി പോയി കെട്ടിപ്പിടിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവരില്ലായിരുന്നു. അതേ അറബിക് കൺട്രിയിൽ ജോലി ചെയ്യുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും അവരൊക്കെ അവിടെ ചെന്ന സമയത്ത് ഇതേ ഇസ്ലാമിലുള്ള ആൾക്കാർ തീർത്തേനെ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതല്ല ഇസ്ലാം, അതല്ല മുസ്ലിം. നിൻ്റെയൊക്കെ മനസ്സിലെ മുസ്ലിം, നിൻ്റെയൊക്കെ മനസ്സിൽ ഇസ്ലാം എന്ന് പറഞ്ഞത്, അല്ല നീയൊക്കെ ഈ പ്രൊപ്പഗണ്ട ഇവിടെ പരത്തുന്നതിനുള്ള കാരണം പൈസ കിട്ടണം, പവർ കിട്ടണം, അത് നക്കി ജീവിക്കണം, തോന്നിയ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നീയൊക്കെ ഈ ഇസ്ലാമിനെ കുറ്റം പറയുന്നത്. അതല്ലാതെ ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരുമിച്ച് നിന്ന് ഇമാതിരി പാകിസ്ഥാനാണെങ്കിൽ പാകിസ്ഥാൻ, ഏത് തീവ്രവാദികൾ നമ്മുടെ നാട്ടിൽ വന്ന് അവന്മാരെ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും പറയുന്നത്. അത് ഏത് സർക്കാർ ആയിക്കോട്ടെ, ഏത് പാർട്ടി ആയിക്കോട്ടെ, നിങ്ങളെപ്പോലത്തെ വിഷജന്തുക്കളാണ് ആദ്യം അടിച്ച് തീർക്കേണ്ടത്. ഈ വെടിവെച്ചിട്ടുള്ള ഈ ചെറ്റകളായിട്ടുള്ള ഭീകര മുസ്ലിങ്ങളെ അവർ കണ്ടു, മറ്റു മുസ്ലിങ്ങളെ അവർ കാണുന്നില്ല. അതോടുകൂടി ഇത് ഹിന്ദുക്കളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഹിന്ദുക്കളെ കൊല്ലാൻ വേണ്ടി വന്നിട്ടുള്ള മുസ്ലിങ്ങളുടെ കഥയായിട്ട് മാത്രം ഇതിനെ മാറ്റി. നമ്മുടെ പ്രധാനമന്ത്രി സൗദിയിലുള്ള അത്രയും വലിയ ഒരു കൂടിക്കാഴ്ച വരെ ഇല്ലാണ്ടാക്കി പുള്ളി ഇങ്ങോട്ട് വന്നു. നല്ല കാര്യം, ചെയ്യേണ്ട കാര്യം. അതേ പ്രധാനമന്ത്രി ഈ പറഞ്ഞ ആൾക്കാർ ഈ മരിച്ച 26 പേരെ അടക്കുന്നതിന് മുമ്പ് ബീഹാറിലുള്ള എലക്ഷൻ്റെ പ്രചരണത്തിന് പോയി അവിടുന്നും ഭയങ്കരമായിട്ട് സംസാരിച്ചു. ഈ സമയം വരെ 48 മണിക്കൂർ ഈ സ്ഥലത്ത് വന്നിട്ടുള്ള ഈ 5 ഭീകരരെ പറ്റി ഒരു ഐഡിയ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിനോ നമ്മുടെ മിലിറ്ററിക്കോ നമ്മുടെ ഒരു ഇൻ്റലിജൻസ് ഫോഴ്സിനും ഇല്ല. ഈ ഒരു സംഭവം നടന്ന് വിത്തിൻ 5 to 10 മിനിറ്റ്സ് ആയപ്പോഴേക്കും ഈ തീവ്രവാദികളുടെ ഫോട്ടോ വന്നു, രേഖാചിത്രങ്ങൾ ആദ്യം വന്നു, അതിനുശേഷം 4 പേരുടെ ഗ്രൂപ്പ് ഫോട്ടോ വന്നു. വിത്തിൻ ഈ സമയം കൊണ്ട് അവന്മാർ തോക്ക് ചൂണ്ടി അവന്മാർ മിലിറ്ററി ഡ്രസ്സിൽ വന്നിട്ടുള്ള ഫോട്ടോ വന്നു. ആ ഫോട്ടോ നോക്കിയിട്ട് വരച്ച രേഖാചിത്രങ്ങൾ വന്നെങ്കിൽ എവിടെ ഈ പറഞ്ഞ ആൾക്കാർ ഇത്രയും നമ്മുടെ 3 ടയർ സെക്യൂരിറ്റി ഉള്ള ഈ ഒരു സ്ഥലത്തെ, ഇന്ത്യയുടെ ഏറ്റവും അവിഭാജ്യ ഘടകമായിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് അവർ വന്ന് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് 48 മണിക്കൂറായിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല? എന്തേ ആരും ചോദിക്കാത്ത ചോദ്യങ്ങളൊന്നും?
എന്തേ നമ്മുടെ സർക്കാരിനോട് ചോദ്യം ചോദിക്കുന്നില്ല, നരേന്ദ്രമോദിനോട് ചോദ്യം ചോദിക്കുന്നില്ല? നമ്മുടെ ഹോം മിനിസ്ട്രി 3 പേരാണ്, നരേന്ദ്രമോദി, അമിത്ഷാ, രാജ്നാഥ് സിംഗ്. ഈ 3 പേര് എന്തുകൊണ്ട് ഇതിന് മറുപടി പറയുന്നില്ല? മുമ്പ് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു കാര്യമായിരുന്നു മുംബൈ ഭീകരാക്രമണം. ആ ഭീകരാക്രമണം നടന്ന സമയത്ത് അന്നത്തെ പ്രതിരോധ മന്ത്രി രാജിവരെ വെച്ച് പോയ കഥ നമുക്കറിയാം. ഇന്ന് ഈ പറഞ്ഞ ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ അത്? അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഈ ഒരു ചോദ്യം ഉയർത്തും അവരോട്? ഇല്ല, അതൊന്നുമില്ല. ഇതിനെ വെറുമൊരു പാകിസ്ഥാനി മുസ്ലിം തീവ്രവാദികൾ മുസ്ലിം ആയതുകൊണ്ട് ഇവിടെ വന്ന് ഹിന്ദുവിനെ കൊന്നു, മുസ്ലിം ആയതുകൊണ്ട് അവനെ തിരിച്ചു വിട്ടു. ഈ ഒരു സംഭവത്തിലോട്ട് ഇതിനെ ഒതുക്കാൻ ആരാണ് ഇതിന് പിന്നാലുള്ളത്? ഇത് രാജ്യത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട്, അല്ലെങ്കിൽ പാകിസ്ഥാൻ പോലത്തെ ഒരു സ്ഥലത്തു നിന്നാണ് അവർ ചെയ്തെങ്കിൽ ആ രാജ്യത്തിനെ ഇല്ലാണ്ടാക്കുന്ന, അല്ലെങ്കിൽ ആ രാജ്യത്തിലെ ഭീകരരെ ഇല്ലാണ്ടാക്കുന്ന കാര്യങ്ങൾ, അതിനെപ്പറ്റി സംസാരിക്കാൻ ഇവിടെ വന്ന് ഈ പണി ചെയ്തു പോയിട്ടുള്ള ഈ ചെറ്റകളെ പിടിക്കാൻ പറ്റി അവരുടെ തുമ്പ് പോലും കിട്ടില്ല. അവരുടെ ഗ്രൂപ്പ് ഫോട്ടോ നമുക്ക് കിട്ടി, കറക്റ്റായിട്ടുള്ള ഗ്രൂപ്പ് ഫോട്ടോ. ഈ 5 മിനിറ്റ് മുമ്പ് വരെ ഈ ഗ്രൂപ്പ് ഫോട്ടോ എവിടെയായിരുന്നു? എവിടെ ഒരു ഇൻ്റലിജൻസ് ബ്യൂറോക്കും ഈ ഗ്രൂപ്പ് ഫോട്ടോ ഇങ്ങനെ വന്ന് കൊടുത്തില്ലായിരുന്നു. ഈ പ്രശ്നം കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും പെട്ടെന്ന് ഈ ഗ്രൂപ്പ് ഫോട്ടോ എവിടുന്ന് ഇവർക്ക് കിട്ടുന്നു? കിട്ടട്ടെ, നല്ല കാര്യം, കിട്ടുക വേണ്ടത്, ഇവന്മാരെ പിടിക്കുന്നേ വേണ്ടത്. പക്ഷേ ഇത്രയും സെക്യൂരിറ്റിയും ഇത്രയും കാര്യങ്ങളും 2019 മുതൽ ആർട്ടിക്കിൾ 370 വരെ എടുത്തു മാറി കാശ്മീരായിട്ടുള്ള ഒരു ഹെവൻ നമ്മുടെ നരേന്ദ്രമോദി ലോകത്തിന് തുറന്നു കൊടുത്തിട്ട് അവിടെ ഇത്രയും കാലങ്ങളായിട്ട് ഇത്രയും ആളുകളെ കൊന്നൊടുക്കി, സൈനികരെ കൊന്നൊടുക്കി, ആളുകളെ കൊന്നൊടുക്കി ആ ഒരു സ്ഥലത്ത് എന്തേ നമുക്ക് ഒരു സെക്യൂരിറ്റി വെക്കാൻ പറ്റിയില്ലേ? 370 എടുത്തോടുകൂടി ഇത് കംപ്ലീറ്റ്ലി നിങ്ങൾ ആര് വേണമെങ്കിലും കയറി ഇറങ്ങി നിരങ്ങിക്കും എന്നുള്ള അവസ്ഥയിലോട്ടാണ് എത്തിച്ചത്. 2019 മുതൽ 2025 വരെ ഈ ഒരു കാര്യം മാത്രമല്ല, അതിനിടയ്ക്ക് എത്ര സൈനികർ അതിൻ്റെ ഇടയ്ക്ക് ഒറ്റയും തറ്റിയായിട്ട് കൊന്നു, ഡസൻ കണക്കിൽ സൈനികരെ അവിടെ നിന്ന് കൊന്നൊടുക്കിയില്ലേ? ഇതൊന്നും ചോദിക്കാനും പറയാനും ആരുമില്ലേ? കാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആള്, അയാളെപ്പോലും അവിടുത്തെ സെക്യൂരിറ്റിൻ്റെ ഒരു രീതിയിലും ഉൾപ്പെടുത്താതെ, അല്ലെങ്കിൽ അവർക്ക് പോലും ഒരു വിലയും കൊടുക്കാണ്ട് നമ്മുടെ മിലിറ്ററി ഫോഴ്സ് ഇത്രയും ഭയങ്കരമായിട്ട് കയ്യിൽ ഒതുക്കി വെച്ചൊരു സംഭവം, ഈ 4 പേര് വന്ന് ഇത്ര നിഷ്പ്രയാസം അവർ ഇത്രയും പാവപ്പെട്ട ആളുകളെ കൊന്നുപോയിട്ടുള്ള ആ ഇസ്ലാമിക് തീവ്രവാദികളെ പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഇതാണോ നമ്മുടെ മിലിറ്ററി? ഇതാണോ നമ്മുടെ ഫോഴ്സ്? നമ്മളിപ്പം പല നയതന്ത്ര യുദ്ധങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, പല കരാറുകൾ നമ്മൾ ഇല്ലാണ്ടാക്കി, പല ആളുകളെ ഇവിടെയുള്ള മറ്റുള്ള ആളുകൾ ഇവിടുന്ന് പാകിസ്ഥാനികൾ അങ്ങോട്ട് തിരിച്ചു വിടാനുള്ള പരിപാടികൾ നമ്മൾ നോക്കി, അവരുടെ ഹൈക്കമ്മീഷൻ്റെ സെക്യൂരിറ്റി നമ്മൾ ഒഴിവാക്കി, അവരുടെ ഉദ്യോഗസ്ഥർ നമ്മൾ പുറത്താക്കി, ഇതൊക്കെ നമ്മൾ ചെയ്തു. പക്ഷേ നമുക്ക് ആ ഒരു സംഭവം അവിടെ ചെയ്തു പോയ വിത്തിൻ 5 മിനിറ്റ്സിൽ ആ പറഞ്ഞ മിലിറ്ററി ഫോഴ്സ് മൊത്തം അത് അറിഞ്ഞിട്ടും നമ്മുടെ അതിർത്തി ക്രോസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ അതിനകത്ത് നിൽക്കുന്ന അവരെ എന്തുകൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല? ഇതാണോ നമ്മുടെ? പല ABC മലയാളം ചാനലുകളും ഞാൻ കണ്ടു, ഇസ്രായേൽ അവിടെ മൊസാദിനെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. മൊസാദ് വേണോ? ഈ 4 പേരെ, ഈ പറഞ്ഞ 4 പേരെ ഇന്ത്യൻ ഫോഴ്സ് ആ ഒരു ഇത്രയും പോകുന്ന സ്ഥലത്ത് നിന്ന് പിടിക്കാൻ മൊസാദ് വരണോ? നമ്മുടെ IBക്ക് പറ്റില്ല ഇതൊന്നും. എത്ര പേര് ചോദിച്ചു? കഷ്ടം.